ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. റബ്ബർ തൈ എടുക്കണം, അത് തിരിച്ചുകൊണ്ട് വരണം. സോ ഒന്ന് രണ്ട് തവണ പോകേണ്ടി വരും ചിലപ്പോൾ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് കൊണ്ടുവരാം. സോ ലെറ്റ്സ് ഗോ, നമുക്ക് പോയി നോക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന്. സോ റെഡിയായി, വണ്ടി എടുത്തു, ലെറ്റ്സ് ഗോ. ഇതാണ് പോകുന്ന വഴി. വളരെ മനോഹരമായ സ്ഥലമാണ്. നമ്മുടെ തിരുവനന്തപുരം കൊല്ലം ജില്ലയുടെ അതിർത്തിയാണ്. ഞാൻ സാധനം എടുക്കാൻ പോകുന്നത് കൊല്ലത്താണ്. ഇപ്പോൾ കൊല്ലത്ത് റബ്ബർ ബോർഡിൻ്റെ ഡയറക്റ്റ് അവിടെ നിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്. കൊള്ളാവോ ഇല്ലേ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ആരെങ്കിലും പ്രയറായിട്ട് റബ്ബർ ബോഡിയിൽ നിന്ന് വാങ്ങിയിട്ട് എങ്ങനെ അനുഭവം ഉണ്ടെന്ന് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ എനിക്ക് അത്യാവശ്യം ഉപകാരപ്രദമായിരിക്കും. ഇതാണ് നഴ്സറിയുടെ പേരും കാര്യങ്ങളൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ഇത് റബ്ബർ ബോർഡിൻ്റെ തന്നെ ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ റെക്കമെൻഡും ചെയ്യുന്നില്ല. പക്ഷേ ഇനി ഞാൻ നട്ട് വളർത്തി ഒരു 10-20 വർഷം കഴിഞ്ഞ് അതിൻ്റെ ക്വാളിറ്റിയെ പറ്റി ഞാൻ പറയാം. അപ്പോഴത്തേക്ക് എനിക്കത് ശരിക്കും സത്യമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. സോ എല്ലാം ലോഡ് ചെയ്ത് കഴിഞ്ഞു, നമുക്കിനി തിരിച്ച് പോവാം. സോ ഇതാണ് നമ്മൾ തിരിച്ചു പോകുന്ന വഴി. ഞാനൊരു 130-140 നമ്മൾ ഓർഡർ ചെയ്തു. പക്ഷേ അത് എല്ലാം കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ വണ്ടിയുടെ കണ്ടീഷൻ കുറച്ച് കുഴപ്പമാണ്. ബാക്ക് ടയറൊക്കെ കുറച്ച് ഈ ഇടയ്ക്കും പഞ്ചറായതേ ഉള്ളൂ. സോ അതുകൊണ്ട് ഒരുപാട് കൊണ്ടുവരാൻ പറ്റത്തില്ല. അതുകൊണ്ട് പാതി മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. അതിൻ്റെ വേറൊരു കാരണം എന്ന് വെച്ചാൽ അതായത് കണ്ട കുഴികൾ, ഇവിടെ ഫുള്ള് കുഴികളാണ്. കുഴികളെന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 4 പേര് വെച്ചൊരു വണ്ടി പോകുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ഈ വരുന്ന വണ്ടികളെന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മതി, ഇവിടെ വലിയൊരു കുഴിയുണ്ട്. ഈ ഒരു വളവ് ഭാഗമാണ്, നോക്കിയോ. ഇവിടെ ഇങ്ങനെ ഒരു വളവ് ഭാഗം വരുന്നത്, ഇവിടെ ഒരു വലിയൊരു കുഴിയുണ്ട്. ഏതെങ്കിലും ഒരു ബൈക്കുകാരനോ രാത്രിയൊക്കെ ഒരുപാട് അപകടം ഉണ്ടാകുന്ന സ്ഥലമാണ്. പക്ഷേ ആരും ഇതിനെതിരെ ഒന്നും പറയുകയോ ഒരു കാര്യം ചെയ്യുകയോ ചെയ്യത്തില്ല. കാര്യം എന്തെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് അവസ്ഥ. കുഴിയുണ്ടോ? സോ ഇത്രയും വലിയ കുഴിക്കകത്ത് ഞാൻ 100-140 മരമൊക്കെ റബ്ബർ മരം കൊണ്ടുവരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് വേറൊരു വണ്ടിയും കൂടെ അഡ്ജസ്റ്റ് ചെയ്താണ് ഇപ്പോൾ സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നത്. ഈ വഴി ഫുള്ള് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ കാണിക്കാൻ. ഈ വഴിയുടെ ഒരു ഭാഗം കണ്ടോ, ഇത് പാതി റോഡ് അത് മഴവെള്ളത്തിൽ ഒലിച്ചു പോയതാണ്. ലൈൻ കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്കി പാതി റോഡ് എവിടെയെന്നൊരു ചോദ്യം ചോദിച്ചിട്ടില്ലേ, അത് മഴവെള്ളത്തിൽ പോയതാണ്. മഴവെള്ളത്തിൽ പോയതല്ല, ഇവിടെയുള്ള എല്ലാവരും ഇവിടെ കട്ട് മുക്കി തിന്നതിൻ്റെ ഫലമായിട്ടുണ്ടായ സ്മാരകമാണെന്ന് വേണമെങ്കിൽ പറയാം. കണ്ട ഇവിടെ ഫുള്ള് കുഴിയാണ്. ഇവിടെയൊക്കെ വരുമ്പോൾ ഒരു വണ്ടി പോകാനുള്ള വഴിയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ബാക്കി 2 ഭാഗവും ഇടിഞ്ഞ് താന്നു പോയി. ഇത് കണ്ടോ ഇവിടുത്തെ കുഴി. ഇതൊന്നും അല്ല തമാശ. നല്ല ഒരു മഴ പെയ്യുമ്പോഴാണ് കുഴി ഏത് റോഡ് എന്നറിയാത്ത രീതിയിലാണ്. പിന്നെ വണ്ടി ഓടിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഈ ഭാഗം എല്ലാം ഞാൻ പറയുന്നില്ല, എന്തിനാ വെറുതെ പറയുന്നത്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ജനങ്ങൾ പിന്നെ അവർക്ക് തന്നെ വോട്ട് കൊടുക്കുകയും ചെയ്യും, പിന്നെ എന്തൊരു കാര്യം. സോ നമ്മൾ സാധനം എല്ലാം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതാണ് ഞാൻ കൊണ്ടുവന്ന ഐറ്റംസ്. ബാക്കി ഇരിപ്പുണ്ട്. ഇതിനൊക്കെ ഇനി അൺലോഡ് ചെയ്യണം. എന്നിട്ട് എനിക്ക് കുളിക്കണം, റെഡിയാവണം. ഇന്ന് ഡ്യൂട്ടി ഉണ്ട് ആ ദിവസമാണ്. സോ ഡ്യൂട്ടിയുടെ കാര്യത്തിന് വേണ്ടി പോകണം. പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത ഒരു ഇതായിട്ട് ഒരു ബാച്ച് കൂടെ വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 10-50-60 തയ്യെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. നിങ്ങൾ കാണുന്ന കണക്കല്ല, സൈഡ് ബാക്ക് ഫുൾ സൈഡ് ഉണ്ട്. നമ്മൾ താത്തി വെച്ചിരിക്കുകയാണ് കുറച്ച് എളുപ്പത്തിനുണ്ട്. വണ്ടി പോകുമ്പം മറിഞ്ഞ് വീഴുകയും ഒന്നും ഒടിയാതിരിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ വെച്ചിരിക്കുകയാണ്. സോ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. ബാക്ക് സൈഡിൽ ഒരു 10-60 തൈ ഉണ്ട്. കണ്ടിട്ട് അത്യാവശ്യം നല്ല തൈ കണക്കാണ് തോന്നുന്നത്. വലിയൊരു പ്രശ്നമായിട്ടാണ് തോന്നുന്നില്ല. സോ ബാക്കി നട്ട് വളർത്തിയതിന് ശേഷം നമുക്കിനി അറിയത്തുള്ളൂ എങ്ങനെയാണ് തൈ എന്താണെന്ന്. സോ ഇതാണ് ഇന്നത്തെ കാര്യം. എല്ലാം അൺലോഡ് ചെയ്ത് കഴിഞ്ഞു. സോ കണ്ടോ, ആ 2 സൈഡിൽ 3 സൈഡിലേക്കാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു ലോഡ് വരാറുണ്ട്, അതും കൂടെ വന്ന് ഇറക്കിയിട്ട് വേണം എനിക്ക് പോകാൻ. പിന്നെ ഇതിനെ നടന്ന വീഡിയോ ബാക്കി പാർട്ട് 2